നമുക്കിന്ന് ബേങ്കൻ ഭർത്ത ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു വലിയ ബ്രിഞ്ചോൾ, വഴുതനങ്ങയ്ക്ക് ചുറ്റിലും സ്ലിറ്റ് കൊടുക്കുക. എന്നിട്ട് ഓരോ സ്ലിറ്റിലും ഓരോ ഗാർലിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. പിന്നെ വഴുതനങ്ങ ഫുള്ളായി ഒരു സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഗ്രില്ലിംഗ് പാൻ എടുത്ത് അത് ഗ്രിൽ ചെയ്യാൻ വെക്കുക. ഈക്വലി എല്ലാ സൈഡ്സും ഗ്രിൽ ചെയ്യുക. ബ്രിഞ്ചോൾ എല്ലാ സൈഡും ഗ്രിൽ ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അത് ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ ബ്രിഞ്ചോളിൻ്റെ സ്കിൻ ചൂടോടെ തന്നെ പീൽ ചെയ്യണം. പീൽ ചെയ്തതിന് ശേഷം വഴുതനങ്ങ നല്ലപോലെ ഉടച്ചെടുക്കുക. പിന്നെ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു ഉള്ളി ഇട്ട് വഴറ്റുക. അതിനുശേഷം 2 പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാവുന്നതാണ്. ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള മസാലകൾ ചേർക്കാം. ഇതിന് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു ടൊമാറ്റോ ചേർക്കാവുന്നതാണ്. തക്കാളി നല്ലപോലെ കുക്കായതിനു ശേഷം നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം നല്ലപോലെ യോജിപ്പിക്കുക. അതിനുശേഷം ഈ സമയത്ത് ഉപ്പ് പാകത്തിന് ചേർക്കാവുന്നതാണ്. ഈ മസാലയിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ബേങ്കൻ ഭർത്ത ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്.